കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ സമീപനങ്ങൾ. യേശു എങ്ങനെയാണ് ഇടപെടുന്നത്? മാനുഷികമായ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതായ രീതിയിലല്ല യേശു ഇവിടെ ഇടപെടുന്നത്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കടന്നു വന്നാൽ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമീപനം എന്തായിരിക്കും? ഞാനും നിങ്ങളുമാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഈ ജനത്തെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. പക്ഷേ യേശു വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജനത്തെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവൻ്റെ അപ്പമായവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവം, സകല സൃഷ്ടിക്കും ആഹാരത്തെ നൽകുന്നതായ ദൈവം അവിടെയുള്ളപ്പോൾ യേശു ഈ പുരുഷാരത്തെ പറഞ്ഞയക്കുമോ? ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നാം ആരുടെ കൂടെയാണ്, അല്ലെങ്കിൽ ആർ നമ്മോട് കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ യേശു വളരെ വ്യക്തമായി പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെയധികം ഫലം കായ്ക്കുന്നു. ദൈവത്താൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഫലം കൊടുക്കുവാനിടയായിത്തീരും. വാസ്തവത്തിൽ ഇവിടെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഫലം കായ്പാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതും അതുതന്നെയാണല്ലോ. അവനിൽ വസിക്കുക. എന്താണ് അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ? അവൻ പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇന്ന് പല ആളുകൾക്കും യേശുവിൽ വസിക്കുവാൻ ആഗ്രഹമില്ല. ഒരുപക്ഷെ യേശുവിൻ്റെതെന്ന് പറയുന്ന ചിത്രം അവർ വീട്ടിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പോലും പൂജിക്കാം. എന്നാലും യേശു പറയുന്ന കാര്യങ്ങൾ പലരും അനുസരിക്കാറില്ല. കാരണം യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ പിശാച് സമ്മതിക്കില്ല. പിശാച് എപ്പോഴും അവൻ്റെ മോട്ടീവ്സാണ് നമ്മളിലേക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പലരും ദൈവവചനത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്നതായ ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ യേശു എന്താണ് ചെയ്യുന്നത്? ഈ ആളുകളോട് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കണം. നമുക്കറിയാം, ഈ ഒരു സംഭവത്തിൽ യേശു എന്തൊക്കെയാണ് സംഭാഷണം നടത്തുന്നത്. യേശു പറയുന്നു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു പറയുന്നു, ഇവരെ പറഞ്ഞയക്കേണ്ട. യേശു പറയുന്നു, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഇതൊക്കെ പറയുന്നത്? യേശുവിന് യാഥാർത്ഥ്യം അറിയില്ലേ? നമ്മുടെ ജീവിതത്തിലെയും യാഥാർത്ഥ്യങ്ങൾ യേശുവിനറിയാം. പക്ഷെ എന്നിട്ടും കർത്താവ് പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, നിങ്ങൾ ഇവരെ പറഞ്ഞയക്കരുത്. ദൈവം നമ്മെ പല സാഹചര്യങ്ങളിലും നിർത്തുന്നതിൻ്റെ കാരണം അവൻ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം അനുസരിപ്പാൻ കഴിയത്തുള്ളൂ. ബഥാനിയിലെ മാർത്തയോടും മറിയോടും യേശുവല്ലേ പറഞ്ഞത്? യെസ്, നിങ്ങളുടെ സഹോദരൻ മരിച്ചു, അവൻ 4 ദിവസമായി അടക്കപ്പെട്ടിട്ട് നാറ്റം വെച്ചു. പക്ഷേ അപ്പോഴും യേശു ആവശ്യപ്പെടുന്നു, ബിലീവ്, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? അവൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. യേശു ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. യേശു ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആളുകളെ ഇരുത്തുവീൻ. എന്ത് കണ്ടിട്ടാണ് ഇരുത്തുന്നത്? 5 അപ്പത്തെ 2 മീനെ കണ്ടുകൊണ്ട് ഈ ആളുകളെ ഇരുത്താൻ പറ്റുമോ? ഇരുത്തുക എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഇരുത്തുക എന്നുള്ളതാണ്. ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണിത്. കാരണം ഭക്ഷണത്തിന് വേണ്ടി ആളുകളെ വരിയായി ഇരുത്തുക. ഇവിടെ പറയുന്നു 50 പേരുള്ള വരികൾ. അങ്ങനെയാണെങ്കിൽ 5000 പുരുഷന്മാർ ഈ പന്തിഭോജനം കഴിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം 100 വരികളെങ്കിലും ആ വിജനമായ ദേശത്ത് ക്രമീകരിക്കപ്പെട്ടു. അവരെല്ലാവരും ആഹാരം പ്രതീക്ഷിക്കുന്നു.
ഒരു സാധ്യതയും ഇല്ലാത്തതായ പ്രവൃത്തി. പക്ഷേ ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത് യേശുവാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. എത്ര പേർക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയും? എത്ര പേർക്ക് കർത്താവെങ്കിലേക്ക് ആശ്രയിപ്പാൻ കഴിയും? യെസ്, ഈസ് യുവർ പോസിബിലിറ്റി. അവനാണ് നിങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയാലും യേശു നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, അല്ല നീ യേശുവിനോടുകൂടെ ഉണ്ടെങ്കിൽ, യു വിൽ ബിക്കം അവൻ ഓവർകമർ. നീ തീർച്ചയായിട്ടും ഒരു ജയാളിയായിട്ട് മാറുവാനിടയായി തീരും. നോക്കിക്കേ, ഈ ആളുകളെ ഇരുത്തിക്കഴിഞ്ഞ് യേശു എന്താ ചെയ്തതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തിയെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം യേശു പിതാവായ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ ഭാഗം തന്നെ പറയുന്നിടത്ത് 14 അധ്യായം 19 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ അവൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി ദൈവത്തെ സ്തുതിച്ചു. അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. സ്വർഗത്തേക്ക് നോക്കി നമ്മുടെ ഇല്ലായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ അല്പം അത് വെച്ച് നാം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, അതിനർത്ഥം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, നമുക്ക് പരാതി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. കർത്താവേ, എനിക്ക് സഫീഷ്യൻ്റ് അല്ല, എനിക്കൊന്നും തികയുന്നില്ല. പക്ഷേ ദൈവത്തെ നോക്കുമ്പോൾ യു ക്യാൻ പ്രൈസ് ഹിം. നിനക്ക് അവനെ സ്തുതിക്കുവാൻ കഴിയും. അതെ, ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ദിവസങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ശൂന്യതയിൽ നിന്നും സ്തുതിക്കാൻ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. യേശു അപ്രകാരം ചെയ്ത് തുടർന്ന് യേശു എന്ന പ്രവൃത്തി നോക്കിയാണേ, അവൻ അപ്പം എടുത്ത് നുറുക്കി. അപ്പങ്ങൾ ഒരേപോലെ അല്ല ആയിത്തീർന്നത്. ഞാൻ വിശ്വസിക്കുന്നു, നുറുക്കുന്ന അപ്പം അത് വീണ്ടും നുറുക്കപ്പെട്ടതായി തന്നെ പെരുകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ മീനും. അതുകൊണ്ടാണ് അവസാനം നമ്മൾ കാണുന്നത്, ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു എന്ന് പറയുമ്പോൾ കഷ്ണങ്ങൾ തന്നെയാണ് നിറച്ചെടുക്കുന്നത്. അവർക്ക് മുറിച്ചു പോലും ഭക്ഷിക്കേണ്ട കാര്യമില്ല. അതുപോലെ കർത്താവ് അവർക്ക് സൗകര്യപ്രദമായ നിലയിൽ ആ അപ്പം നുറുക്കി കൊടുപ്പാനിടയായി തീർന്നു. ഈ അപ്പം കർത്താവ് യേശുക്രിസ്തുവിനെ കാണിക്കുക, ജീവന്റെ അപ്പമായവൻ. അവൻ എല്ലാവർക്കും വേണ്ടി നുറുക്കപ്പെടുന്നു, നമുക്ക് നിത്യജീവനം നൽകുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് യേശു നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള സാധ്യതകളാണ്. യേസ്, അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിച്ചു പോയിട്ടില്ല. നീയും ഞാനും ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കില്ല. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളാണ്. ദൈവമേ, ലോകത്തിൽ പരാജയപ്പെട്ടു പോകാനല്ല അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കർത്താവെ, വിശ്വാസത്താൽ അങ്ങയുടെ മക്കൾക്ക് ജീവിപ്പാനും ജയം പ്രാപിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ആൾ.